നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജി എസ് ടി എന്ന് പറയുന്ന പാർട്ട്. നമുക്കറിയാം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ ഇൻകം ടാക്സും സെക്കൻഡ് പോർഷൻ ജി എസ് ടിയും ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ജി എസ് ടി ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ജി എസ് ടിയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാലോ. എന്താ ജി എസ് ടിയുടെ ഫുൾ ഫോം പറഞ്ഞ ആരെങ്കിലും ഒരാൾ എന്താ ജി എസ് ടി എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഈ ജി എസ് ടി ഒരു സുപ്രഭാതത്തിൽ ഉടലെടുത്തൊന്നുമില്ല. അതിനൊരുപാട് എന്തുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്, എവല്യൂഷൻ. അത് എക്സാമിന് പ്രീവിയസ് ഇയറിലൊക്കെ എക്സാമിന് 10 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എവല്യൂഷൻ ഓഫ് ജി എസ് ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജി എസ് ടി സിസ്റ്റത്തിൻ്റെ ആവിർഭാവം അഥവാ മൈൽ സ്റ്റോൺ, നാഴികക്കല്ല് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ 2000 കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജി എസ് ടിയുടെ നാഴികക്കല്ല് 2000-ലാണ് ശരിക്കും ജി എസ് ടിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് അറിയാമോ അലക്സേ? അറിയില്ല. അടൽ ബിഹാരി വാജ്പേയി കേട്ടോ. അപ്പോൾ 2000 കേട്ടോ, അതായത് അന്ന് ഇന്ത്യയിലെ 2000-ലാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഈ ജി എസ് ടിയുടെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സെക്കൻഡ് ജി എസ് ടിയുടെ ഇതാണ് 2003 അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ഈ ജി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള വിജയ് കേൽക്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. അതാണ് രണ്ടാമത്തത് കേട്ടോ. 2003 സെൻട്രൽ ഗവൺമെൻറ് ഫോംഡ് എ ടാസ്ക് ഫോഴ്സ് അണ്ടർ വിജയ് കേൽക്കർ എന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2000 ആരാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജി എസ് ടി കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2003 സെൻട്രൽ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് വിജയ് കേൽക്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. ക്ലിയർ ആയോ? 2004 ദ ടാസ്ക് ഫോഴ്സ്, ആ ടാസ്ക് ഫോഴ്സിലെ അവർ ജി എസ് ടിനെ റെക്കമെൻഡ് ചെയ്തു. അതായത് നിലവിലുള്ള എല്ലാ ടാക്സുകളും നമുക്ക് റിമൂവ് ചെയ്തിട്ട്, എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു? ജി എസ് ടി 2004 ആ ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ട ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തി. മനസ്സിലായോ? അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ 2006-07 അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആരാന്നറിയാമോ? അറിയില്ല. 2006-07 ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തി. ജി എസ് ടിയുടെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് 2006 നടത്തി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെയൊക്കെ നമ്മൾ നിയമിച്ചു. അവർ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ 2009 റിലീസ് ചെയ്തു. പക്ഷെ അത് പിന്നീട് ലാപ്സായി പോകാനുണ്ടായത് കേട്ടോ. 2011 115 അമെൻമെൻറ്റ് ബില്ല് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ പിന്നീട് അത് ലാപ്സായി പോയി. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഒന്നുകൂടെ പറയാം. 2000 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ് ജി എസ് ടിയുടെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2003 ഇതിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? വിജയ് കേൽക്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. 2004 എല്ലാ ജി എസ് ടിയും നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള എല്ലാ ടാക്സുകളും നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ജി എസ് ടി കൊണ്ടുവരാമെന്ന് ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡ് ചെയ്തു. 2006 അതിന് വേണ്ട ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ആര് നടത്തി? അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ 2006-07 ബജറ്റിൽ അത് അവതരിപ്പിച്ചു. അതിനുവേണ്ടി നമ്മളൊരു കമ്മിറ്റീനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തു. അവർ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്തു. 2011 115 അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അതും ലാപ്സായി പോവാനുണ്ടായത്. എന്നിട്ട് 2016 വീണ്ടും 122 അമെൻമെൻറ്റ് ബില്ല് എന്ത് ചെയ്തു? ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 ആദ്യത്തെ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് നടത്തി. എന്നിട്ട് 2017 മാർച്ചിൽ നമ്മുടെ ജി എസ് ടി കൗൺസിലിൽ, ആര് ജി എസ് ടി കൗൺസിൽ എന്നറിയോ? ജി എസ് ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു ബോർഡാണ് ജി എസ് ടി കൗൺസിൽ. അപ്പോൾ ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു എന്തൊക്കെ കൊണ്ടുവരാമെന്ന്? സി ജി എസ് ടി, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എസ് ജി എസ് ടി, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഐ ജി എസ് ടി, ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യു ടി ജി എസ് ടി, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാമെന്ന് ആര് പറഞ്ഞു? ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു. എന്നിട്ട് തൊട്ടടുത്ത മാസം 2017 ഏപ്രിൽ ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പാസ് ചെയ്തിട്ട് 2017 ജൂലൈയിൽ നമ്മൾ ഇന്ത്യയിലെല്ലായിടത്തും ജി എസ് ടി ലോഞ്ച് ചെയ്തു. ക്ലിയർ ആയോ? ജി എസ് ടിയുടെ ഹിസ്റ്ററി കിട്ടിയോ? മനസ്സിലായോ?
ഒരിക്കൽ കൂടി പറയാം. 2000 എന്താ സംഭവിച്ചേ എന്നാരെങ്കിലും ഒരാൾ പറഞ്ഞേ. കൺസെപ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2003 വിജയ് കേൽക്കറിന്റെ അണ്ടറിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു സെൻട്രൽ ഗവൺമെന്റ്. 2004 റെക്കമെൻഡ് ചെയ്തു. നിലവിലുള്ള എല്ലാ ടാക്സും നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് GST കൊണ്ടുവരാമെന്ന് റെക്കമെൻഡ് ചെയ്തു. 2006 ആരാണ് അനൗൺസ്മെന്റ് ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ അന്നത്തെ ബജറ്റിൽ അനൗൺസ് ചെയ്ത്. ആരാന്നറിയോ യൂണിയൻ മിനിസ്റ്റർ? പി ചിദംബരം. പിന്നെയോ 2019 ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്തു. 2015 115 അമെൻമെൻറ്റ് ബില്ല് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 122 അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 തന്നെ ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് നടത്തി. ആദ്യത്തെ GST കൗൺസിൽ മീറ്റിംഗ് നടത്തി. എന്നിട്ട് 2017 GST കൗൺസിൽ എന്ത് പറഞ്ഞു? എന്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു? GST കൗൺസിൽ എന്ത് റെക്കമെൻഡ് ചെയ്തു? പറയും. GST കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? തൊട്ടടുത്ത മാസം അത് പാസ് ചെയ്തു. ഇത് 2017 എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും എന്ത് കൊണ്ടുവന്നു? എന്ത് കൊണ്ടുവന്നു? GST കൊണ്ടുവന്നു. മക്കൾ എല്ലാവർക്കും ക്ലിയർ ആണോ? സെറ്റല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പഠിക്കാം കേട്ടോ. ചിലപ്പോൾ മേ ബി എന്ത് വരാം, എസ് ആയിട്ട് വീണ്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു GSTയുടെ ഹിസ്റ്ററി മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളിത് പഠിക്കണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് കാണാതെ ഇപ്പോൾ പറയാൻ പറ്റുമോ GSTയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് വേഗത്തിൽ? അതായത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതാം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. 2000 പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി വിജയ് കേൽക്കറിന്റെ ഇതില്. പിന്നെ പഴയ ബില്ല് ഉപയോഗിച്ചിട്ട് പുതിയ GST റെക്കമെൻഡ് ചെയ്തു. പിന്നെ യൂണിയൻ മിനിസ്റ്റർ അനൗൺസ് ചെയ്തു 2006 ബജറ്റില്. പിന്നെ ഫസ്റ്റ് ഡിസ്കഷൻ നടന്നു. പിന്നെ അമെൻമെന്റ് ഇൻട്രൊഡ്യൂസ്, പക്ഷെ അത് ഒഴിവായി. പിന്നെ അമെൻമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു ലോകസഭയിൽ. ശരിക്കും പറഞ്ഞാൽ 122 അമെൻമെന്റ് ബില്ല് അനുസരിച്ചല്ല ശരിക്കും GST വന്നത്. 101 ആണ് കേട്ടോ. 101 അമെൻമെന്റ് ബില്ലാണ് കേട്ടോ ശരിക്കും. ഓക്കെ, അതിനിടയിൽ ഒരു ഗ്യാപ്പിൽ അവിടെ നടന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്ത് പറഞ്ഞു. 2016 ഫസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഓക്കെ. പിന്നെ STS റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, തൊട്ടടുത്ത മാസം. പിന്നെ 2017 പാസ്സായി, 2017 ലോഞ്ച് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഒരു ടോപ്പിക് കൂടി ഞാനിന്ന് പറയുന്നുണ്ട്. GST വരുന്നതിന് മുമ്പുള്ള ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നില്ലേ? GSTക്ക് മുമ്പ് ഒരുപാട് ടാക്സുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലേ? അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ? ഇപ്പോഴത്തെ GST വന്നതിന് ശേഷവും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ട്രഡീഷണൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിയാലോ? ഡിഫറൻസ്. ഒന്ന്, ഇൻഡയറക്റ്റ് ടാക്സ് മുൻപുണ്ടായിരുന്നു ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. GST കുറച്ച് സിമ്പിൾ സ്കീമാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ടാക്സ് റേറ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പല പല ടാക്സുകളായിരുന്നു. GST എന്ന് പറഞ്ഞാൽ ഓൺലി 1 ടാക്സേ ഉള്ളൂ. CGST SGSTക്കും ഒരു 12% ടാക്സ് എങ്കിൽ 6% സെൻട്രൽ ഗവൺമെൻറ്റിനും ബാക്കി 6% സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ ഓൺലി 1 ടാക്സ് റേറ്റേ ഉള്ളൂ. ഇനി കാസ്കാഡിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു. എന്താ കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്, നികുതിക്ക് പുറമേ നികുതി കേട്ടോ. നികുതിയിന്മേൽ നികുതി ചുമത്തിയിരുന്നു മുൻപ്, മനസ്സിലായോ? പക്ഷെ ഇപ്പോഴും ഉണ്ടോ? GST വന്നപ്പോൾ
ഒറ്റ തവണ നികുതി. വൺ നേഷൻ വൺ ടാക്സ് എന്നല്ലേ നമ്മൾ പറയും. അതായത് മുൻപ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ സാധനം മെറ്റീരിയൽ വാങ്ങുമ്പോൾ ടാക്സ് അടയ്ക്കും, അത് വേറെ ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവിടെ ടാക്സ് അടയ്ക്കും, പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ടാക്സ് അടയ്ക്കും, കൺസ്യൂമർ വിൽക്കുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഓരോ സ്റ്റേജിലും ടാക്സ് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് അതിൽ MRP എന്താവും? ഈ ടാക്സുകളെല്ലാം നമ്മൾ കൂട്ടിയിട്ടല്ലേ MRP നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലേ മോളെ? അപ്പോൾ അതിൽ MRP സാധനങ്ങളുടെ വില വളരെ കൂടുതലായിരുന്നു എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ GST വന്നപ്പോൾ വിലയൊക്കെ കൂടുതലാണ്. പക്ഷേ പൊതുവേ മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ GST ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവെന്ന് പറയും. അതായത് ഇപ്പോൾ GST വന്ന കാരണം മുൻപ് നമ്മൾ എപ്പോഴെങ്കിലും ആ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ള ടാക്സ് അടച്ചാൽ മതി. മുമ്പത്തെ ടാക്സ് കഴിച്ച് ബാക്കിയുള്ള. ഇപ്പോൾ മുൻപ് മെറ്റീരിയൽ വാങ്ങിയപ്പോൾ 10% ടാക്സ് എങ്കിൽ രണ്ടാമത് നമ്മൾ വാങ്ങുമ്പോൾ 12 വിചാരിക്കും. അപ്പോൾ 10 ഓൾറെഡി അടച്ചിട്ടുണ്ടല്ലോ, ബാക്കി 2 അടച്ചാൽ മതി. മനസ്സിലായോ? പക്ഷേ മുമ്പ് അങ്ങനെയായിരുന്നില്ല. 10 അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ 12 വീണ്ടും അടയ്ക്കണം. മനസ്സിലായോ? അങ്ങനെ ടാക്സ് ഓൺ ടാക്സ് ഉണ്ടായിരുന്നു. നികുതിക്ക് പുറമെ നികുതിന്മേൽ നികുതി നമ്മൾ ചുമത്തിയിരുന്നു. മനസ്സിലായോ മോളെ? അതാണ് കാസ്കാഡിങ് എഫക്റ്റ്. ഇപ്പോഴാണെങ്കിൽ എന്തില്ല, നോ കാസ്കാഡിങ് എഫക്റ്റ്. ഈ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർക്ക് ബേർഡൻ ആയിരുന്നു, ടാക്സ് അടയ്ക്കുന്നവർക്ക് ബേർഡൻ ആയിരുന്നു. ഇപ്പോഴാണെങ്കിലോ അത് കുറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. GST വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എക്സ്പെക്റ്റഡ് ടു ബി റിഡ്യൂസ്ഡ്, കുറയ്ക്കാൻ സാധിച്ചു. കോസ്റ്റ് ഉണ്ടായിരുന്നു കൺസ്യൂമറിന്, അത് ഞാൻ പറഞ്ഞില്ലേ, MRP സാധനങ്ങളുടെ വില വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴാണെങ്കിലോ GST വന്നപ്പോൾ കുറഞ്ഞു. ടാക്സ് കോംപ്ലിക്കേഷൻസ്, അതായത് ടാക്സിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മുൻപ്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സ് നമ്മൾ ചുമത്തിയിരുന്നു, ലെവി എന്ന് പറഞ്ഞാൽ ചുമത്തുക എന്നാണ്. ടാക്സ് ചുമത്തിയിരുന്ന 2 സ്റ്റേജ് ആയിട്ടാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിലോ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവസാനം ആരിലേക്കാണോ എത്തുന്നത് അയാളാണ് ഇനി ബാക്കിയുള്ള ടാക്സ് അടയ്ക്കേണ്ടത്. അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുക GST കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഞാൻ പറയാം. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഗെറ്റ്സ് ഹോൾ ഷെയർ, അതായത് പണ്ടൊക്കെ ടാക്സ് മൊത്തം ആരിലേക്ക് പോയിരുന്നത്, ഹോൾ ഷെയർ ആരിലേക്ക് പോയിരുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിലോട്ടാണ് പോയിരുന്നത്. ഇപ്പോഴോ CGST SCST ഇല്ലേ, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഒരു ഭാഗം പോവും, ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്. ടാക്സബിൾ ഇവൻ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്, സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെയാണെങ്കിൽ ഏതൊരു സാധനം സപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു സർവീസ് നമ്മൾ കൊടുത്താലും ഇവിടെ GST അടയ്ക്കണം. ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ GSTയുടെ മൈൽ സ്റ്റോണും പഠിക്കുക, ഡിഫറൻസും പഠിക്കുക കേട്ടോ. ബുധനാഴ്ച ഉണ്ടായിരിക്കും ക്ലാസ്, അടുത്ത ക്ലാസ്. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്.